ഇന്ന് ഞാനൊരു ടീ ടൈം സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. റവ പൊട്ടറ്റോ ഫിംഗർ സ്നാക്ക്. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 3 ഉരുളക്കിഴങ്ങ്. ഇത് തൊലിയോടുകൂടി വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് തൊലി പൊളിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കണം. 1/2 കപ്പ് റവ. ഇത് വറുത്ത റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വറുക്കാത്തതായാലും മതി. ഇത് 120 ml കപ്പിന് ആണ് നിറച്ച് കപ്പ് റവ എടുത്തിരിക്കുന്നത്. 2 ചെറിയ സവാള, ഇത് 1 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, അല്പം മല്ലിയില, കറിവേപ്പില. മല്ലിയിലയ്ക്കും കറിവേപ്പിലയ്ക്കും അളവൊന്നുമില്ല. ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ടതാണ്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 കപ്പ് വെള്ളം, ഉപ്പ് ആവശ്യത്തിന്, വറക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ. നമുക്ക് ആദ്യമേ ഈ എടുത്ത് വെച്ചിരിക്കുന്ന റവയൊന്ന് വേവിച്ചെടുക്കണം. അതിന് ഞാനിവിടെ 1/2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അതിന് 1 കപ്പ് വെള്ളം ഒന്ന് ചൂടാക്കണം. തീ കൂട്ടി വെച്ചൊന്ന് ചൂടാക്കാം. വെള്ളം നല്ലവണ്ണം ചൂടായി അതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. ഇത് വേകാൻ ഉള്ളതാണ്, അതുകൊണ്ട് വറുത്തില്ലേലും കുഴപ്പമില്ല. ഇത് നന്നായിട്ട് ഇളക്കി വെള്ളം ഒന്ന് വറ്റിച്ച് എടുക്കണം. അന്നേരം ഈ റവ നന്നായിട്ട് വെന്ത് കിട്ടും. തീ ഇപ്പം ഞാനൊന്ന് കുറച്ചിട്ടേക്കുവാണ്. ഇപ്പോൾ ഇതിൻ്റെ വെള്ളം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വെക്കാം. റവയൊന്ന് ചൂടാറുന്ന സമയത്ത് നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊന്ന് പൊടിച്ച് വെക്കാം. ഇതുപോലെ എല്ലാം പൊളിച്ചെടുത്ത് വെക്കാം. തൊലി പൊളിച്ച് ഉരുളക്കിഴങ്ങൊന്ന് പൊടിച്ച് വെക്കാം. ഞാനിത് പൊട്ടറ്റോ മാഷർ കൊണ്ടാണ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ എന്തുകൊണ്ട് വേണേലും ഇത് ഉടച്ചെടുക്കാം. നന്നായിട്ട് ഉടയ്ക്കണം. ഇത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില എല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയിലേക്ക് നമുക്ക് തണുത്തിരിക്കുന്ന റവ ചേർക്കാം. ഇതിലേക്ക് ഗരം മസാല, മുളക് പൊടി, പച്ചമുളക്, ഇഞ്ചി, സവാള, മല്ലിയില, കറിവേപ്പില. കുറച്ച് ഉപ്പ് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് കുഴച്ചെടുക്കണം. എല്ലാം കൂടെ നന്നായിട്ട് യോജിക്കണം. അതിലേക്ക് കുറച്ച് അരിപ്പൊടി, ഇത് വറുത്ത അരിപ്പൊടിയാണ്, പുട്ടിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ വെള്ളമയത്തിനനുസരിച്ച് മാത്രം അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി.
നമുക്ക് ബാക്കി അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കുറേശ്ശെ ഇട്ട് ചേർക്കുന്നതാണ് നല്ലത്. നമ്മൾ കുഴയ്ക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ മുറുക്കം കിട്ടുന്നതിനനുസരിച്ച് വേണം അരിപ്പൊടി ചേർക്കാനായിട്ട്. അരിപ്പൊടി ചേർത്താൽ പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും. എന്നും പറഞ്ഞ് ഒത്തിരി അരിപ്പൊടി ചേർക്കരുത്. ഞാൻ ഇതിൻ്റെ അകത്ത് 2 ടീസ്പൂൺ അരിപ്പൊടിയെ ചേർത്തിട്ടുള്ളൂ. എനിക്കത് മതിയായിരുന്നു. ഇനി അല്പം എണ്ണ ഒന്ന് കയ്യെ തോത്ത് ഒന്നോടെ ഒന്ന് കുഴച്ച് വെക്കാം. ഇപ്പം നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ചെയ്യാം, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. അതായത് നീളത്തിലോ വട പോലെയോ കട്ട്ലേറ്റിൻ്റെ രൂപത്തിലോ ഉരുട്ടി ഉണ്ടയായിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കയ്യിൽ അല്പം എണ്ണ തോത്ത് കൊടുക്കണം. ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് കഴിഞ്ഞ് കുറേശ്ശെ മാവ് എടുത്തിട്ട് നമുക്ക് ഏത് രൂപത്തിൽ, ഞാനിപ്പോൾ ഇത് ഫിംഗർ രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഏത് രൂപത്തിൽ വേണമെങ്കിലും ഒക്കെ നമ്മളുടെ ഇഷ്ടം അനുസരിച്ചാണിത് ഉരുട്ടോ പരത്തോ എങ്ങനെ വേണമെങ്കിലും ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് മുഴുവൻ ഉരുട്ടി വെക്കാം. നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സ്നാക്സ് എണ്ണയിൽ വറുത്ത് കോരാം. നമ്മുടെ എണ്ണ നല്ലവണ്ണം ചൂടായി. ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട്, നല്ലവണ്ണം എണ്ണ ചൂടായി കഴിഞ്ഞ് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് എണ്ണയിലേക്ക് ഇടാനായിട്ട്. ഇത് ഇട്ട ഉടനെ ഇതൊന്നും മറിച്ചിടരുത്. അല്പസമയം ഒന്ന് കഴിഞ്ഞിട്ട് ഇതിനിട്ട് തൊടാവുള്ളൂ. ഇത് ടീ ടൈം സ്നാക്സ് ആണ്. ഇത് കുട്ടികൾക്കും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നതാണ്. ഇത് തേങ്ങാ ചമ്മന്തി കൂട്ടി ഇത് കഴിക്കാം, അല്ലെങ്കിൽ ഇത് ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാവുന്നതാണ്. അകത്ത് പൊട്ടറ്റോയും റവയൊക്കെ നന്നായിട്ട് വെന്തിരിക്കുന്നതാണ്. ഇനി അതിനകത്ത് വേഗം വലിയ കാര്യമായിട്ടൊന്നുമില്ല. സവാള ഇഞ്ചിയൊക്കെ ഉള്ളത് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞിട്ടേക്കുന്നതാണ്. അതിന് വലിയ വേവൊന്നുമില്ല. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് തന്നെ ഇത് വേവിച്ചെടുക്കണം. പെട്ടെന്ന് അതിൻ്റെ തീ കൂട്ടി വെച്ച് പോയാൽ പെട്ടെന്ന് അതിൻ്റെ പുറം അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ആ ഉള്ളിൽ അല്പം ഒന്ന് വെന്ത് കിട്ടുകയല്ല. അതിന് വേണ്ടിയിട്ടാണ് തീ ഒന്ന് കുറച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ എണ്ണയിലെ കുമളയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ വറുത്ത് വരുന്നതിൻ്റെ ലക്ഷണം. ശരിക്കും മൂത്തിട്ടുണ്ട്. ഇത് ഒത്തിരി മൂത്ത് പോകുകയല്ല. നമ്മുടെ പൊട്ടറ്റോയും റവയും ചേർത്ത് ഫിംഗർ ഷേപ്പിൽ നമ്മൾ തയ്യാറാക്കിയ സ്നാക്ക് റെഡിയായി. ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് നല്ലൊരു 4 മണി പലഹാരമാണ്. ഇതുപോലെ ബാക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ തീർച്ചയായും ഈ ഈസിയായ സ്നാക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.